നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിജയിക്കുക എന്നുള്ളത് ഒരു ഓവറോൾ മെസ്സേജാണ്. വിജയിച്ച് പരിചയം വേണം. കിരീടങ്ങൾ ചൂടി പരിചയമുള്ളയാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹം ദേശീയ ടീമിനോടൊപ്പം കിരീടം ചൂടിയിട്ടുണ്ട്, യൂറോ കപ്പ് നേടിയിട്ടുണ്ട്, പെപ്പെ കിരീടം നേടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള താരങ്ങളുടെ സാന്നിധ്യം പോർച്ചുഗീസ് ടീമിന് ആവശ്യമാണ് എന്ന് പറയുന്നു പോർച്ചുഗീസ് കോച്ചായിട്ടുള്ള റോബർട്ടോ മാർട്ടീനസ്. അടുത്ത യൂറോ കപ്പിന് പോർച്ചുഗൽ ഇൻ സ്റ്റൈൽ യോഗ്യത നേടിയിട്ടുണ്ട്. ഒരു കളി പോലും തോൽക്കാതെ എല്ലാം വിജയിച്ചുകൊണ്ട് യോഗ്യത നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയും പോർച്ചുഗീസ് ടീമിലുണ്ട്. ഈ രണ്ട് സീനിയർ താരങ്ങളുടെ റോള് പരമപ്രധാനമാണ്. കാരണം അവർ വിജയിച്ച് പരിചയമുള്ളവരാ, കിരീടം ചൂടി പരിചയമുള്ളവരാ. കോച്ച് പറയുന്ന വാക്കുകളിലേക്കൊന്ന് പോകാം. കോച്ച് പറയുന്നു, വിന്നിങ് എന്ന് പറയുന്ന ഒരു ഓവറോൾ മെസ്സേജാണ്. നമുക്ക് വിജയിക്കാൻ അറിയണം. ക്രിസ്ത്യാനോ യൂറോ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചയാളാണ്, പെപ്പയും യൂറോ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചയാളാണ്. ഒരുപാട് ആളുകളൊന്നും അങ്ങനെ ഇൻ്റർനാഷണൽ ലെവലിൽ കിരീടം ചൂടിയവരായിട്ടില്ല. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലോക്കർ റൂമിൽ ടാലൻറ്റ് മാത്രം പോരാ, വിജയിക്കണമെങ്കിലും മറ്റ് ചിലത് കൂടി വേണം. അതിന് ചില സ്റ്റെപ്പുകളുണ്ട്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ആൾ വേണം. നമ്മളെ വിജയിക്കാൻ സഹായിക്കാൻ ആൾ വേണം. തീർച്ചയായിട്ടും ടീമിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഓരോ ഘട്ടങ്ങളിലും അതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്ലെയേഴ്സിനെ ആ മൊമെൻറ്റുകൾക്ക് വേണ്ടി തയ്യാറാക്കണം. വിജയത്തിന് വേണ്ടിയിട്ടല്ല, ഓരോ മൊമെൻറ്റുകൾക്ക് വേണ്ടി തയ്യാറാക്കണം. വിന്നിങ് ഈസ് എ ജനറൽ മാറ്റർ എന്നാണ് ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് പറയുന്നത്. തീർച്ചയായിട്ടും റോബർട്ടോ മാർട്ടിനസ് പോർച്ചുഗലിൻ്റെ പരിശീലകനായ അന്നു മുതൽ അദ്ദേഹം പറയുന്ന കാര്യമാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ എക്സ്പീരിയൻസ് അത് വളരെ വലുതാണ്. അത് പോർച്ചുഗീസ് ദേശീയ ടീമിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. 200 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള മറ്റാരുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അതുതന്നെയാണ് അദ്ദേഹം CR7 ഇത്രയധികം പ്രാധാന്യം കൊടുക്കാനുള്ള കാരണവും. ക്രിസ്ത്യാനോയെപ്പോലുള്ള ഒരു താരത്തിൻ്റെ സാന്നിധ്യം, വിജയിച്ച് പരിചയിച്ച ഒരാളുടെ സാന്നിധ്യം, അന്താരാഷ്ട്ര ഫുട്ബോളിൽ കിരീടങ്ങൾ നേരത്തെ തന്നെ നേടിയിട്ടുള്ള ഒരാളുടെ സാന്നിധ്യം, അത് പോർച്ചുഗീസ് ദേശീയ ടീമിന് അടുത്ത യൂറോ കപ്പിലും ഏറെ ഗുണം ചെയ്യും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.